ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിലൂടെയാണ് വെള്ളം ഒഴുകി വരുന്നത്. തൊട്ടടുത്തിരിക്കുന്ന അൻസാരിയായ സ്വഹാബിയുടെ തോട്ടത്തിലേക്ക് വെള്ളം നനക്കുമ്പോൾ സുബൈർ തങ്ങൾ നനക്കുന്ന വെള്ളത്തിൽ നിന്ന് അല്പമാണ് തായോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അൻസാരിയായ സ്വഹാബിക്ക് പെട്ടെന്നങ്ങ് വെള്ളം നനക്കാൻ കഴിയുന്നില്ല. അരുവിയിലൂടെ ഒഴുകി വരുന്ന വെള്ളം അതിൽ നിന്നൊരു ഭാഗം അങ്ങെടുക്കുമ്പോൾ കുറഞ്ഞ വെള്ളമല്ലേ തായോട്ട് വരുന്നുള്ളൂ. ആ വെള്ളം നനക്കല് നിർത്തിയാലാണ് പിന്നീട് ഒഴുകി വരുന്നത്. അതുകൊണ്ട് തന്നെ താമസം വരികയാണ്. അൻസാരിയായ സ്വഹാബി എന്ത് ചെയ്തു? സുബൈറിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, സുബൈറേ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കൊണ്ട് വെള്ളം നനക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അല്പം വെള്ളം നനച്ചിട്ട് എനിക്കല്പം സാവകാശം നൽകണം. ഞാൻ നനച്ചു കഴിഞ്ഞിട്ട് പിന്നെ താങ്കൾക്ക് നനക്കാമല്ലോ. രണ്ടുപേരും തമ്മിൽ തർക്കമാണ്. അൻസാരിയായ മനുഷ്യൻ സുബൈറിനോട് തർക്കിക്കുകയാണ്. വല്ലാത്ത തർക്കം അങ്ങ് നീണ്ടപ്പോൾ ഹബീബായ റസൂലുള്ളാന്റെ ചാരത്തേക്ക് രണ്ടുപേരും കൂടെ വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ, സുബൈർ വെള്ളം നനക്കുമ്പോൾ അല്പം വെള്ളമാ തായോട്ട് വരുന്നത്. സുബൈറിന്റെ നനവ് കഴിഞ്ഞാലാണ് പിന്നീട് തായോട്ട് വെള്ളം വരുന്നുള്ളൂ. അതുകൊണ്ട് സുബൈറിനോട് വെള്ളം നനക്കല് കുറച്ച് സമയം നിർത്തിവെക്കാൻ പറയണം നബിയേ. അള്ളാന്റെ റസൂല് സുബൈറിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, സുബൈറേ, അല്പസമയം നീ വെള്ളം നനക്കണം നിന്റെ തോട്ടത്തില്. അത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ അയൽവാസിക്ക് വിട്ടുകൊടുക്ക് സുബൈറേ. സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, ഫഖാലൽ അൻസാരി, അൻസാരിയായ സ്വഹാബി പറഞ്ഞു, ലിഅജലി അന്നഹു ഇബ്നു അമ്മത്തിക, നബിയെ, അങ്ങയുടെ അമ്മായിയുടെ മകനായതുകൊണ്ടാണോ ഇളവ് കൊടുക്കാൻ തയ്യാറാകുന്നത്? ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമാകെ ചുവന്നു തുടുക്കുകയാണ്. വതലൗനൽ വജഹ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മുഖം വിവരണമായി. സുമ്മ ഖാല ലി സുബൈർ, ദേഷ്യത്തോടെ സുബൈറിനോട് പറഞ്ഞു പിന്നീട്, ഇസ്കി സുമ്മ ഹബിസിൽ മാ ഹത്താ യബ്ലുഅൽ ജദിരി, സുബൈറേ, നിന്റെ തോട്ടത്തിൽ ഒരു വരമ്പ് കെട്ട് സുബൈറേ, എന്നിട്ട് അതിൽ വെള്ളം ശേഖരിക്കുക. നിന്റെ തോട്ടം മുഴുവനും നനച്ച് കഴിഞ്ഞാൽ മാത്രം നീ ഇദ്ദേഹത്തിന് വെള്ളം കൊടുത്താൽ മതി സുബൈറേ. ആദ്യം റസൂലുള്ളാഹി തങ്ങള് ഒരു ഇളവെന്ന നിലയ്ക്ക് ഈ മനുഷ്യനിക്ക് വേണ്ടിയിട്ട് സുബൈറിനോട് സംസാരിച്ചു. അത് കേട്ടപ്പോൾ ഈ അൻസാരിയായ സ്വഹാബി കരുതിയത് അമ്മായിയുടെ മകന് ഇളവ് കൊടുക്കുകയാണെന്ന്. അത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യന് ചോദിക്കുന്ന ചോദ്യം അത്ര അദബല്ലാത്തത് കൊണ്ട് റസൂലുള്ളാഹിക്ക് ദേഷ്യം പിടിച്ചു. ആ ഇളവങ്ങ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അദ്ദേഹത്തിന് വെള്ളം, സുബൈറിന്റെ വെള്ളം നനക്കൽ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന തീരുമാനത്തിലേക്ക് റസൂലുള്ളാഹി എത്തുന്നു. അപ്പൊ ആദ്യം ന്യായമായൊരു വിധി പറഞ്ഞാൽ ആ വിധി അനുസരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അയാൾക്ക് കൊടുക്കാൻ പറ്റിയ പണി നിയമത്തിന്റെ പണിയാണ്. നിയമം എങ്ങനെയാണോ ആ നിയമത്തിന്റെ പണി തന്നെ കൊടുക്കാം.